വെച്ചു. ശരിയാക്കു ചേട്ടാ. ശരി. ശരി. ഓക്കെ. ചേട്ടാ വണ്ടി ഒന്ന് നിർത്താവോ? അരവിന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. മാഡത്തിന് ഫുഡ് കൊണ്ടു കൊടുക്കരുത്, അതല്ലേ? തത്വങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാൻ വന്നേക്കുന്നു. നീയും അവനുവേ ഓഫീസിന്റെ പുറത്ത് നിന്ന് സംസാരിച്ച എന്തൊക്കെയാണെന്നേ എനിക്കറിയാം. അല്ല അരവിന്ദേട്ടാ, ഞാനതല്ല പറയാൻ വന്നേ. പിന്നെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് സ്നേഹമുള്ള ഏതൊരു ഭർത്താവും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? അരവിന്ദേട്ടന് ശ്രേയോടുള്ളതുപോലെ സ്നേഹം ശ്രേയയ്ക്ക് തിരിച്ച് അരവിന്ദേട്ടനോടുള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ? കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അരവിന്ദേട്ടന് പറയാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ ആരുടെയും സ്നേഹം അളന്ന് നോക്കാറില്ല. അളന്ന് നോക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ സ്നേഹം, അനുഭവിച്ചറിയാനുള്ളതല്ലേ. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? എനിക്കല്ല പ്രശ്നം, അരവിന്ദേട്ടനാ. എനിക്കോ? അതെ. ശ്രേയ പറയുന്നത് കേട്ട് എന്തിനും ഇറങ്ങി പുറപ്പെടരുത്. സ്വയം ഒന്ന് ആലോചിക്കണം. എടി, നീ അവന് ഒരു പ്രാവശ്യം ഞങ്ങൾക്കിട്ട് പണി തന്നു. ഇനി നിന്നെയൊക്കെ വിശ്വസിച്ച് അടുത്ത പണി വാങ്ങാൻ എനിക്ക് പറ്റില്ല. അരവിന്ദേട്ടൻ വിശ്വസിക്കണ്ട, ആലോചിച്ച് നോക്കിയാ മതി ശ്രേയയുടെ സ്നേഹം അരവിന്ദേട്ടനോട് എങ്ങനെയാണെന്ന്. ഞങ്ങളാരും അരവിന്ദേട്ടനെയോ ശ്രേയോ ശല്യം ചെയ്യാൻ വരില്ല. പക്ഷെ ശ്രേയ ജീവിക്കേണ്ടത് അരവിന്ദേട്ടന്റെ ഭാര്യയായിട്ടല്ലേ? ആ ഒരു ജീവിതം അരവിന്ദേട്ടന് കിട്ടുന്നുണ്ടോന്ന് മാത്രം ചിന്തിച്ചാ മതി. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം. അതാ എന്റെ അക്കുച്ചേട്ടന്റെ ആഗ്രഹം. ഒരു തടസ്സമായിട്ട് അരവിന്ദേട്ടന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലുള്ള ആഗ്രഹം നടക്കണം. ഞാനിതൊക്കെ പറഞ്ഞത് ബാലമാമന് വേണ്ടിയാ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാലമാമൻ. ആ പാവത്തിനെ വിഷമിപ്പിക്കരുത്. അരവിന്ദേട്ടനും ശ്രേയയും ഒരു മനസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ബാലമാമന്റെ മുന്നിൽ. അത് കണ്ടാൽ മാമൻ ഒരുപാട് സന്തോഷിക്കും. ഉള്ളിലുള്ള ചെറിയ പിണക്കങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. എനിക്കിത്രേ പറയാനുള്ളൂ അരവിന്ദേട്ടാ. ഇനി തീരുമാനം നിങ്ങളുടെ രണ്ടുപേരുടെയാ. ശരി, പോവാൻ ചേട്ടാ. അശ്വതി, അരവിന്ദനെ കാണുന്നില്ലല്ലോ. പൊന്നു കഴിച്ചോ ആവോ? അച്ചുക്കുട്ടി ഉണ്ടാക്കിയ സാമ്പാറല്ലേ കൊണ്ടുപോയത്. വല്ലതും പറ്റാതിരുന്നാ ഭാഗ്യം. എന്നിട്ടിരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ വിശന്ന എന്തും കഴിച്ചു പോവില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റാതായിട്ട് ഒന്നേ ഉള്ളൂ, വിശപ്പ്. മിണ്ടായിരടാ. ഓ അശ്വതി, എന്റെ ഫോണിങ്ങെടുത്തേ, ഞാൻ പൊന്നുനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാമേ അമ്മേ, ദേ വരുന്നുണ്ട് തുണിക്കച്ചവടക്കാരി. സ്പീക്കറിലിട്ട് സംസാരിക്കേ. പൊന്നു കഴിച്ചോ? അരവിന്ദ് പോന്നോ അവിടുന്ന്?
പോന്നല്ലോ. ആന്റി, എന്താ മോളെ? ഞാനിന്ന് നന്നായി ഭക്ഷണം കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി. ഹോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ചുക്കുട്ടിയുടെ ഉപ്പും പുളിയില്ലാത്ത സാമ്പാർ മാഡത്തിന് ഇഷ്ടപ്പെട്ടു. വലിയ ചീഫ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ടേസ്റ്റ് സെൻസ് കുറവാണെന്ന് തോന്നുന്നു. ഡേ രമേശേട്ടാ, മിണ്ടാതിരുന്നോ? മുളകിട്ട മീൻകറി സൂപ്പർ, അടിപൊളി. അതിന്റെ ടേസ്റ്റും മാണോ ഇപ്പോഴും ഉണ്ട്.